ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദാ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം മല്ലി, നോർമൽ നമ്മളെ എന്താ ഉണങ്ങാത്ത മല്ലിയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. എനിക്ക് അത് ഫ്രഷ് ആക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. കാരണം മഴയൊക്കെയല്ലേ കഴുകി ഉണങ്ങില്ലല്ലോ. അപ്പം നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ അടുത്ത ഒരു ഐറ്റം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് പകുതി എത്തുമ്പം കാര്യം എന്താണെന്ന് മനസ്സിലാകുമായിരിക്കും. അപ്പോൾ മല്ലി നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് മല്ലി. ഇനി നമുക്ക് അതിലേക്ക് ദാ ഇത്രത്തോളം ഒരു കുരുമുളക് ഇട്ട് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതിന് ഒരു 1½ സ്പൂണാണ് ഞാൻ കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ കുരുമുളകും കൂടി നല്ല രീതിയിൽ ചൂടാകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ദാ ഇത്രയും ഏലക്ക ഇട്ടിട്ടുണ്ട്. അതും ഈ ഒരു സ്പൂണിന് 1½ സ്പൂണാണ് ഏലക്കായും വരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. ഒരു സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഫുള്ളിലിട്ടാൽ എല്ലാം കൂടി അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് ചൂടായി കിട്ടുകയല്ല വേണ്ടത്. നല്ല രീതിയിൽ ചൂടായി കിട്ടണം. അതിന് സിമ്മിലിടുക. അപ്പോൾ നമുക്കിതിനൊരു 1 സ്പൂൺ കറുവപ്പട്ടയും കൂടി ഇട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഇതാ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു 1 സ്പൂൺ മുഴുവനും വേണ്ട കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ഇതൊക്കെ സ്മെല്ലൊക്കെ കൂടുതലായി പോയാൽ ഒരു രസം ഉണ്ടാകില്ല. അത്രമാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ചൂടാക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള സാധനങ്ങളാണ്. ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും. മാത്രമല്ല അത് നല്ലോണം ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ആ ഒരു സ്പൂണിന് 1 സ്പൂൺ ജീരകം കൂടി, സാധാരണ ജീരകമാണ് ഇട്ടിരിക്കുന്നത്. പെരുംജീരകമല്ല. അപ്പോൾ സാദാ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി കൂട്ടിയിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ആരൂസിന് ചെറിയ ജലദോഷവും എന്താ പറയുക മൂക്കൊലിപ്പും ഒരു പനീൻ്റെ അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് സാധനങ്ങളുടെ പേര് പറയാം. നീ അതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂട്ടിയിട്ട് ഒരു സംഭവം അങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് അതും കൊണ്ടൊരു കാപ്പി അങ്ങ് വെച്ച് കൊച്ചിന് കൊടുക്ക്. അപ്പം ആരൂസിൻ്റെ പനി, ജലദോഷവും തുമ്മലും ചീറ്റലും ഒക്കെ പമ്പയല്ല എരുമേലി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ നല്ലോണം ആറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറുവപ്പട്ടയൊക്കെ ദേ നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒടിയണം, നല്ലോണം ഒടിയണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് വറുത്തെടുത്തത്. ഇനി നമുക്കിതിനെ അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച ഒരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒട്ടും വെള്ളം പാടില്ല. കാരണം നമുക്ക് ഇനിയും കുറേ നാൾ ഉപയോഗിക്കാനുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഞാനിതെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല നൈസായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാം വറുത്തത് കൊണ്ട് പെട്ടെന്ന് പൊടിച്ച് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിന് നമുക്ക് ഒരു പാത്രം മുഴുവനും കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കാപ്പിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അത് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് ആറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് നല്ലോണം ചൂടാകുമല്ലോ. അപ്പം ഈ പൊടി ഒന്ന് ആറിയിട്ട് വേണം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പനിയും ജലദോഷവും ഒക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ ടാബ്ലറ്റിനെയൊക്കെ ആശ്രയിക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും ഉപയോഗപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മരുന്നിനൊക്കെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ചുമയുള്ള സമയത്ത് കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ എന്താ പറയുക സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കൂളിലൊക്കെ പോയാൽ തൂങ്ങി തൂങ്ങിയിരിക്കും ഉറക്കം വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഒന്ന് കണ്ണ് പൂട്ടിയിട്ട് ഒരു അര ഗ്ലാസ് കുടിച്ചാൽ മതി. നമുക്ക് നല്ല ഒരു റിലീഫ് ഉണ്ടാവും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇതൊക്കെ പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ആറിയതിന് ശേഷം നമുക്കിതിനെ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ കൂടുതൽ കാലം നമുക്കതിൽ വെക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഇതിൽ കാപ്പിപ്പൊടിയും കൂടി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുക്ക് കാപ്പീൻ്റെ ഒരു മോഡലാണ്. അമ്മ ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ ഇതൊരു ചുക്ക് കാപ്പിയായിട്ട് മാറും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ്, ഇതൊരു ജലദോഷ കാപ്പി എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഞാനിത് ആരൂസിന് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് ആറിയതിന് ശേഷം വേണം ഇനി ഇത് കാപ്പിയാക്കാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ തിളപ്പിച്ച് കാപ്പിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഷുഗർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ശർക്കരയില്ലേ അതേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ചുക്ക് കാപ്പി കുടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ഷുഗറിനേക്കാളും നമ്മൾ
ഈ ശർക്കര ഇട്ടിട്ട് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ജലദോഷ കാപ്പിക്കും ശർക്കര ഇട്ടിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് ഇതിൽ കൂട്ടിയിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വളരെ നല്ല നല്ല കാര്യങ്ങളാണ്. ഒന്നും മോശമായിട്ട് വരുന്നില്ല. അപ്പം നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കാപ്പിപ്പൊടി മാത്രമേ പിന്നെ അതിലൊരു ഇത് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കൂട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഷുഗറിനെയും കൂടി ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇത് നമുക്ക് എന്താ പറയുക ജലദോഷ കാപ്പി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ആകെ അത്രേ പൈസ വരുന്നുള്ളൂ. അത്രേ നമുക്ക് ചിലവും വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾ പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ജലദോഷം വരുമ്പോഴോ ഇതങ്ങ് കുടിച്ചാൽ മതി. പിന്നെ ആ ജലദോഷമൊക്കെ എവിടെ പോയി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ആറി വന്നിട്ടുണ്ട്. ഇന്ന് ഞാനിത് ഒരു കുപ്പിയിലേക്ക് നമ്മുടെ എന്താ പറയുക ചില്ലിൻ്റെ ബോട്ടിലിലേക്ക് മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ബോട്ടിലിന് അര ബോട്ടിലോളം വരുന്നുണ്ട്. അപ്പോൾ ആകെ എനിക്ക് അത്രയും മാത്രമേ ഇതൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കണം. പെട്ടെന്നൊരു ജലദോഷം വരുമ്പം അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത് വളരെ ഉത്തമമാണ്. ഇനി ഞാനിത് കാപ്പിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രയൽ വേർഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയ്ക്കും കുട്ടനും വിനുവിനും ആരൂസിനും കണ്ണനും കൂടിയിട്ടാണ് ആക്കുന്നത്. ഇവരൊക്കെ കുടിച്ചിട്ട് വേണം എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളം തിളയ്ക്കാനാകുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് കണക്കിനുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ തന്നെ കിടന്നൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് അതിലേക്ക് മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ ഇതാ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ തിള വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെല്ലം, ശർക്കര അത് ചീകി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക ഇവിടെയൊക്കെ ഇതിന് വെല്ലം എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ശർക്കര എന്നാണ് പറയാറ്. അപ്പം വെല്ലമായാലും ശരി ശർക്കര ആയാലും ശരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ശരിക്കും ഇതിന് വെല്ലമാണ് കേട്ടോ ഏറ്റവും മാച്ച്. നമ്മുടെ ഷുഗറിനേക്കാളും ഏറ്റവും മാച്ച് ഇതിന് വെല്ലമാണ്. അപ്പോൾ ഇത് നല്ലോണം അങ്ങ് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കണ്ണൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബിരിയാണിയാണോ ആക്കുന്നതെന്നൊക്കെ എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട് ഈ സംഭവങ്ങളുടെയൊക്കെ സ്മെല്ല് വന്നിട്ട്. അപ്പോൾ നമ്മുടെ കാപ്പി ഇത് തിളച്ച് തിളച്ച് വരുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഏകദേശം തിളച്ച് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്താ പറയുക ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചത്. നമുക്കിതിനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അമ്മയ്ക്കും കുട്ടനും വിനുവിനും ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആരൂസിനും കണ്ണനും വേറെ കുഞ്ഞ് ഗ്ലാസ്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ജലദോഷ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് കുടിച്ചാൽ നമുക്ക് ജലദോഷത്തിൽ നിന്നും ആ ഒരു എന്താ പറയുക ഇറിറ്റേഷനിൽ നിന്നൊക്കെ നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.